ടെക്ടോയുടെ കോഴ്സ് റിഗർ ആണെങ്കിലും ബോൾട്ടിംഗ് ആണെങ്കിലും കരിയർ സ്വിച്ച് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് ആ കരിയറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് റിഗർ ബോൾട്ടിങ്. ഇത് രണ്ടും ഒരു ട്രേഡാണ്. ഞാൻ ഇതിനു മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും ഒരു സ്കിൽ ഓറിയൻറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സുകളാണ്. അല്ലാതെ നമ്മൾ ഡിഗ്രി, നമ്മൾ PG എന്നൊക്കെ പറയുന്ന പോലെ ഒരു സർട്ടിഫൈഡ് കോഴ്സ് അല്ല. ഒരു ട്രേഡാണ്, ഒരു തൊഴിലാണ്. നിങ്ങൾ ഇത് ചൂസ് ചെയ്താൽ ആ കരിയറിലേക്ക് നിങ്ങൾ ആ പോർഷനിലേക്ക്, ആ സെക്ടേഴ്സിലേക്ക് നിങ്ങളുടെ കരിയർ സ്വിച്ച് ആവും. ആ കരിയറിൽ തന്നെ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ട്. ആ കരിയറിൽ തന്നെയാണ് നമ്മൾ പ്ലേസ്മെൻറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ബോൾട്ടിംഗ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ടെക്നീഷ്യനായിട്ട് പ്ലേസ്ഡ് ആവുകയും ബോൾട്ടിംഗ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ ഹൈ ലെവലിലേക്ക് നിങ്ങൾക്ക് മാറുകയും ചെയ്യാൻ കഴിയും. റിഗർ ചൂസ് ചെയ്യുകയാണെങ്കിൽ റിഗർ 3, റിഗർ 2, റിഗർ ലെവൽ 1 എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കരിയർ സ്വിച്ച് ചെയ്യുക. ആ കരിയറിൽ തന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. കാരണം അതിൽ ഹൈ പെയ്ഡ് സാലറി ആയിട്ടുള്ള ഒരു സെക്ടറാണത്. രണ്ടും ഇൻഡസ്ട്രിയൽ പെട്രോകെമിക്കൽ സെക്ടേഴ്സുമാണ്, ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലകളാണ്. നിങ്ങൾ ആ ജോബ് എന്തെങ്കിലും വിട്ട് നാട്ടിൽ പിന്നീട് വന്ന് സെറ്റിൽ ആവാൻ നോക്കി, നാട്ടിൽ നിങ്ങളൊരു 2-3 കൊല്ലം നിന്നിട്ട് നിങ്ങളിവിടെ സെറ്റിൽ ആവാൻ കഴിഞ്ഞില്ല, നിങ്ങൾക്ക് തിരിച്ച് പിന്നെയും പോകേണ്ട അവസ്ഥ വന്നാൽ സെയിം ഈ സെക്ടേഴ്സിലേക്ക് നിങ്ങൾക്ക് പിന്നെയും ചെന്ന് കയറാം. അങ്ങനെ ഒരു ജോബ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് റിഗർ എന്ന് പറയുന്നതും ബോൾട്ടിംഗ് എന്ന് പറയുന്നതും.